മകളുടെ ആരോഗ്യനില ഇപ്പം എന്താണ്? ആരോഗ്യനില അവൾക്ക് തലക്ക് വേദനയുണ്ട്. പിന്നെ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ആഹാരം കഴിക്കാനും സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കണ്ണിന് ഒരു ചെറിയ പരിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു, CT സ്കാൻ എടുത്തു, എക്സ്റേ ഒക്കെ എടുത്തു. അതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷം, അതായത് തിങ്കളാഴ്ചയാണ് രാത്രി 9 മണിക്കാണ് അവിടെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. പിന്നെ മകള് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, മർദ്ദനമേറ്റ് ചികിത്സയിലാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും കൂടി ഇവിടുന്ന് എത്തി. വെളുപ്പിന് ഒരു 1:30 മണിക്ക് അവിടെ ചെന്നു. അപ്പോൾ അഡ്മിറ്റാണ്. അങ്ങനെ അതിന് ശേഷമാണ് ഇതൊക്കെ എടുത്തത്, CT സ്കാനും. അങ്ങനെ പിറ്റേന്ന് രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പരാതി കൊടുത്തു. അപ്പോൾ അതിക്ക് മുമ്പ് ഇവനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അവനവിടെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ പോലീസിനോട് പറഞ്ഞു, ഇവളുടെ സർട്ടിഫിക്കറ്റും ഡ്രസ്സും ഒക്കെ വീട്ടിലാണ്, അതൊന്ന് എടുക്കുന്നതിന് പോലീസിൻ്റെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞു. പോലീസ് അത് സമ്മതിച്ചു. പോലീസ് ഉൾപ്പെടെ ഞങ്ങളവിടെ ചെന്നു. ഇപ്പോൾ ഡോറൊക്കെ തുറക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരെന്തോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനൊരു ആശയനെ വിളിച്ചിട്ടാണ് ഡോറൊക്കെ. എന്നാൽ താക്കോലുണ്ട്, അവരുമുണ്ട്, ഈ രാഹുലിൻ്റെ അമ്മയുണ്ട്. അങ്ങനെ ഡോറ് തുറന്നപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഈ മൊബൈൽ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഡ്രസ്സ് എടുത്ത് അവളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. നേരത്തെയും ഇതുപോലെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് മകള് പറയുന്നത്? നേരത്തെ എന്ന് വെച്ചാൽ ആദ്യ സംഭവങ്ങൾ ഇങ്ങനെ മർദ്ദിച്ചതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അതിനുശേഷമല്ലേ നമ്മൾ പരാതി കൊടുത്തതും. പിന്നീട് അവള് മൊഴിമാറ്റി പറയുകയും അത് കോടതിയിൽ അവർ റിട്ട് ഹർജി കൊടുക്കുകയും അത് കോടതി അത് അംഗീകരിക്കുകയും അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് കോടതി അത് അംഗീകരിച്ചു. അത് കോടതിയുടെ ആ തീരുമാനം ഞാനും അംഗീകരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തിയായവരാണ്. എത്ര മോശക്കാരനായ വ്യക്തിയായാലും ശരി, അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ജീവിക്കട്ടെ, ജീവിച്ച് അവർ നല്ല രീതിയിൽ ജീവിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും അത്തരത്തിലുള്ള ഇതുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ അവനായിട്ട് ജീവിക്കാൻ അവൾ തയ്യാറല്ല, അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞങ്ങളും തയ്യാറല്ല. കാരണം അത്രയും ഫ്രോഡായിട്ടുള്ള ഒരു ആളുമായിട്ട് ഇനി ജീവിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കൊന്നുകളയാം. അപ്പോൾ അത് പറ്റില്ല. ആ ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ മർദ്ദിക്കുകയും ഇത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അത് ഇനിയിപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു മർദ്ദിക്കുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ ഈ രാഹുലിന്റെ മാനസിക നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവന് മാനസിക നിലയെന്ന് വെച്ചാൽ ഒരു സൈക്കോ ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ആള് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നു. അപ്പോൾ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവത്തിലേക്ക് ഒരുപാട് വ്യത്യാസവും, പിന്നെ ഒരു പ്രത്യേകിച്ച് കാരണം ഇപ്പോൾ കറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു വിഷയമാണോ? അപ്പോൾ ഇവനെ മദ്യപിക്കുകയും അവന് ഈ സൈക്കോ ടൈപ്പുള്ള രീതിയിലുള്ള സ്വഭാവവും ത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ അവൻ ചെയ്യുകയാണ് അങ്ങോട്ട്. അതാണ് അതിന് അവൻ്റെ അമ്മയൊക്കെ കൂട്ടി നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവളെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചിട്ട് ആംബുലൻസിനാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആംബുലൻസിൽ സ്ട്രക്ചറിൽ ബെൽറ്റിട്ട് കിടത്തിയിരിക്കുന്ന ആ കുട്ടിയെ അവനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രോഗിയെ മർദ്ദിക്കുക. അപ്പോൾ ഒരു ശവത്തിൽ കുത്തുന്നത് പോലെയല്ലേ അത് ചെയ്തത്? ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണോ അത്? അപ്പോൾ എത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. അപ്പോൾ എത്രയും ക്രൂരമായിട്ടുള്ള സ്വഭാവമുള്ള ഒരാളാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ഇതിക്ക് മുമ്പ് അവൻ ഭയങ്കരമായിട്ട് ചെയ്തു. അവനെ മാപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ പ്രലോഭനങ്ങൾക്ക് വിധേയയാക്കിയിട്ടാണ് അവരുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം മാറിയിട്ട് അവർ പറയുന്നത് പോലെ ഇവൾക്ക് പറയേണ്ടി വന്നു. അത് നമ്മൾ ആ ചാനലിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 47 മിനിറ്റാണ് ആ യൂട്യൂബ് ചാനലിൽ അവൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിയിട്ടാണ് അവൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ എഴുതി കാണിച്ചു കൊടുക്കുകയാണ്, ഇന്ന രീതിയിലൊക്കെ പറയണം. അങ്ങനെ അവരുടെ പ്രേരണയും ഭീഷണിയും ഇവിടെയും ഫലമായിട്ടാണ് അവൾക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. അവൾ ഒറ്റയ്ക്കല്ലേ അങ്ങനെ പറയേണ്ടി വന്നു. അവൾക്ക് അതിൽ ദുഃഖമുണ്ട്, അവൾ പറയുന്നുണ്ട് പിന്നീട്. അങ്ങനെ ഹൈക്കോടതി കഴിഞ്ഞ മാസമാണ് ഇവരെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് അനുവദിച്ചത്, ഈ പരാതിയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ അതിൽ പുനഃപരിശോധന നൽകുന്നുണ്ടോ? അത് എന്ന് വെച്ചാലേ കോടതി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ്.
കാരണം പോലീസിന്റെ റിപ്പോർട്ട് അവൻ കുറ്റക്കാരൻ തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവനൊരു മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, അത് ഡിവോഴ്സ് ആക്കിയിട്ടില്ല. അപ്പൊ ഇവൻ മർദ്ദിച്ചിട്ടുണ്ടെന്നുള്ളതിന് സകല തെളിവുകളുമുണ്ട്. അപ്പൊ എല്ലാ തെളിവുകളും ഇവന് വിപരീതമായപ്പോഴാണ് അവർ ചെയ്ത പ്ലാനാണ് ഇവളെ കസ്റ്റഡിയിലെടുത്ത് മൊഴി മാറ്റിക്കുക എന്നുള്ളത്. അതാണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അത് ആലോചിച്ച് ഞങ്ങൾ ചെയ്യും. എന്താണ് വേണ്ടത്? ഇപ്പോ മകളെ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെയൊക്കെ മൊഴി മാറ്റിപ്പിച്ചത്. അവിടെ ചെന്ന ശേഷം മകൾക്ക് എന്തൊക്കെ രീതിയിലാണ്, ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു മകളുണ്ടായിരുന്നത്? അതെ, അതായത് കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇവര് കോഴിക്കോടേക്ക് പോയല്ലോ. പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കുകയാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുന്നില്ല, ഇങ്ങോട്ട് വിളിക്കുന്നില്ല. അവളുടെ കയ്യിൽ ഫോണില്ല. അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ കസ്റ്റഡിയിലാണ് വീട്ടിലായിരുന്നപ്പോഴും അവള്. അപ്പൊ അവൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവൻ ഇങ്ങനെയൊക്കെ മർദ്ദിക്കുന്നു, അവൻ മദ്യപിക്കുന്നു. അത്തരം കുടുംബത്തിലെ ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അവരുടെ വീട്ടുകാരുടെ ഒരു നിലപാട് എന്തായിരുന്നു രണ്ടാമത് പോയപ്പോഴും? വീട്ടുകാരുടെ നിലപാടെന്ന് വെച്ചാൽ അവര് എപ്പോഴും ഇവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാലേ ആ അമ്മ തന്നെയാണ് ഇവനെ നശിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായ? ആ അമ്മയുടെ നിർദ്ദേശവും ഒക്കെയാണ് ഇവരെ ഇത്തരത്തിൽ പ്രേരിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൾ മനസ്സിലാക്കിയിട്ടുള്ളതും അത് തന്നെയാണ്. ഇനിയിപ്പോ ഈ പരാതി നിലവിൽ കൊടുത്തിട്ടില്ലേ? അതിലെന്താ ഇപ്പൊ പോലീസ് പറയുന്നത്? പോലീസ് ഇപ്പൊ അവനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തല്ലോ. ഇപ്പൊ കോടതിയിൽ ഹാജരാക്കി ഇപ്പൊ റിമാൻഡ് ചെയ്തിരിക്കുന്നത്, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ പത്രദ്വാരം മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ നിയമ നടപടിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇതിൽ ഏറ്റവും വലിയൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു ജോലി, അവൾ M.Tech കഴിഞ്ഞാണല്ലോ, അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ടാറ്റ എലക്സി എന്ന് പറയുന്ന കമ്പനിയിൽ അവൾ സീനിയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി അവൻ റിസൈൻ ചെയ്യിപ്പിച്ചു. അതിൽ മാനസികമായ ബുദ്ധിമുട്ട് അവൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. നല്ലൊരു ജോലിയാണ്. അപ്പോൾ അവൾ റിസൈൻ ചെയ്തിരിക്കുകയാണ്. ആ ജോലി അത് വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. അവൾക്ക് മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം ഈ ജോലി നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ജോലി വീണ്ടും കിട്ടാൻ, അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടാൻ ആരെങ്കിലും സഹായിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ചിന്തിക്കണം, അവൾ ചിന്തിക്കണം. അപ്പോൾ അവളുടെ ആ മാനസിക സംഘർഷത്തിന് ഒരു അയവ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവൾ ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തിൽ തന്നെ റിസൈൻ ചെയ്തെങ്കിലും അവൾ പറയുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു വരും. അപ്പം ആ ജോലി വീണ്ടും കിട്ടാനുള്ള ഒരു സഹായം അവൾക്കുണ്ടാവണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഒരു വിവാഹമോചന നടപടികളെല്ലാം മുന്നോട്ട് പോകാനാണ്, അങ്ങനെയാണ്? അത് വേണ്ടി വരുമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒരു ഡിവോഴ്സ്, അതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മെയ് 5-ാം തീയതിയായിരുന്നു. അവിടെ മറ്റ് രേഖകളൊന്നുമില്ല. അവിടെ ഒരു റെസീറ്റ് എഴുതി വിവാഹം കഴിച്ചു. അല്ല സാമുദായികമായിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വഴിയോ അങ്ങനെയുള്ള ഇതൊന്നും നടന്നിട്ടില്ല. ഇത് മാരേജ് ആക്ട് പ്രകാരമൊന്നും ഇല്ല, നടന്നിട്ടില്ല. അപ്പൊ അതിലൊരു മോചനത്തിൻ്റെതായിട്ടുള്ള തെളിവുകൾ രേഖപ്പെടുത്താനായിട്ട് ഞങ്ങൾക്കില്ല. കാരണം എന്താ വെച്ചാൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സാധാരണ ഇപ്പൊ ഞങ്ങൾ ഒരു സമുദായത്തിൽപ്പെട്ടതാണല്ലോ, അപ്പൊ ആ സമുദായത്തിന്റെ ഇതിൽ രേഖപ്പെടുത്തലുണ്ടാവും. ആ രേഖപ്പെടുത്തൽ വന്നിട്ടില്ല. കാരണം വധൂവരന്മാർ അതിൽ ഒപ്പുവയ്ക്കണം. അത് രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ ചെയ്യണം. പക്ഷെ ഇതിക്ക് മുമ്പ് ആ വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ ആ സ്ത്രീയും ഇവരും നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഏതോ ഒരു രജിസ്റ്ററുടെ മുന്നിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പോൾ ഒരു വിവാഹ തട്ടിപ്പ് കൂടി അവൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെടില്ല എന്നുള്ളത്. അതിന് പുറമെയാണ് ഇവള് മർദ്ദിച്ചതും ഞങ്ങൾ പരാതി കൊടുത്തതും. അപ്പോൾ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യാത്ത കേസ് നിൽക്കുന്നു, മകളെ മർദ്ദിച്ച കേസ് നിൽക്കുന്നു. അങ്ങനെയുള്ള ഇതെല്ലാം കൂടി അവൻ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നുള്ള മാർഗമാണ് ഇവളെ വശത്താക്കുക എന്നുള്ളത്. വശത്താക്കി അവളെ കൊണ്ട് മുഴുവൻ മാറ്റിപ്പിക്കുക എന്നുള്ളത്. ഇത്തവണ പോലീസിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു സഹകരണം ഉണ്ടായിരുന്നല്ലോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണമാണ്. ഇപ്പൊ പന്തീരങ്കാവ് CI നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിന്നു. അവിടെ പോലീസുകാർ ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളത്. അതിൽ പ്രത്യേക നന്ദി ആ പോലീസുകാരോട് നമ്മൾ അറിയിക്കും.